ഹായ് ഹലോ നമസ്കാരം. വിവികയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ല നാടൻ ഭക്ഷണം, നല്ല നാടൻ ഷാപ്പിലെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾ കരുതും ഇത് ആലപ്പുഴയോ കുമരകമോ കോട്ടയോ എന്തോ ആണെന്ന്. എങ്ങോ അല്ല, അഞ്ചലാണ്. അഞ്ചൽ ഒഴുകുപാറയ്ക്കലാണ് ഈ കള്ള് ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്ന വഴിയെന്ന് പറയുന്നത് പഴയ ബിവറേജിലേക്ക് പോകുന്ന റൂട്ട് ചോദിച്ചാൽ മതി, എല്ലാവരും പറഞ്ഞു തരും. ഇതിന് മുമ്പൊരു സ്കൂളായിരുന്നു, LP സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ബിവറേജ് കോർപ്പറേഷൻ ഇവിടെ ഔട്ട്ലെറ്റ് സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു കള്ള് ഷാപ്പ് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്കൂൾ ഇങ്ങനെ കള്ള് ഷാപ്പായിട്ടൊക്കെ ഇങ്ങനെ മാറുന്നത്. നിങ്ങളുടെ നാട്ടിലെ കാണാം ഇത്തരത്തിൽ സ്കൂൾ കള്ള് ഷാപ്പായി മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഞങ്ങൾ ഒരു സ്കൂളിൻ്റെ വരാന്തയിലൂടെ നടക്കുന്ന ആംബിയൻസോട് കൂടി തന്നെ കള്ള് ഷാപ്പിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നേരെ അകത്തേക്ക് പോകാം. ഇവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ്, എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും അകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര വൈബൊന്നും പറയുന്നില്ല. മര്യാദയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള ഒരു വൃത്തിയുള്ള സ്ഥലമാണ്. ഭയങ്കര ആംബിയൻസ് ഒന്നുമില്ല. എന്തായാലും വന്ന പാട് ദാഹമൊക്കെ മാറ്റി ഞങ്ങളൊരു കപ്പയും നല്ല നാടൻ കേരച്ചൂരക്കറി ഓർഡർ ചെയ്തു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ്, നല്ല സ്പൈസി ഒക്കെ ആയിരുന്നു. നല്ല ഫ്രഷ് മീനായിരുന്നു. എടുത്ത് വളർത്ത കാര്യം തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു പോർക്ക് റോസ്റ്റും എൻ്റെ കൂടെ വീണ്ടും ഒരു പ്ലേറ്റ് കപ്പയോടെ പറഞ്ഞു. അതും നല്ല ടേസ്റ്റായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ എരിവുണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടുതൽ പാനീയമൊക്കെ അല്പം ട്രൈ ചെയ്തു. കാര്യം എരിവാണല്ലോ, അപ്പോൾ എരിവ് കുറയ്ക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നല്ല അപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വാങ്ങി. അപ്പത്തിൻ്റെ കൂടെ തന്നെ നല്ല പോത്തിൻ്റെ ലിവർ റോസ്റ്റ് ഉണ്ടായിരുന്നു. അതും കൂടെ ട്രൈ ചെയ്തു. ഒരു രക്ഷയില്ല. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, റേറ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണാണ്, നമുക്ക് കാണാം അവർ കുക്ക് ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഫുഡ് തരുന്നത്. നല്ല ടേസ്റ്റും ഒക്കെയാണ്. ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നടന്ന് ശകലം പോലും ബാക്കിയില്ല കേട്ടോ. വേസ്റ്റൊന്നുമില്ല. ആകെ 1-2 കറിവേപ്പിലയും ഉണ്ട്, വറ്റൽമുളക് പൊട്ടിച്ചൊരു പീസും കിടപ്പുണ്ട്. അല്ലാതെ വേറെ വേസ്റ്റൊന്നുമില്ല. ഫുള്ള് കാതലാണ് കഴിച്ചത്. ഒട്ടും വേസ്റ്റ് കളയാൻ വേണ്ടി ഇല്ല അതിനകത്ത്. പിന്നെ കിച്ചണിലേക്ക് നോക്കി അതുകൊണ്ട് ലിവർ ഫ്രൈ, അതുപോലെ ഞണ്ട് ഫ്രൈക്കും റോസ്റ്റിനും ഒക്കെ വിട്ട് മസാല ചെയ്ത് വെച്ചേക്കുവാണ് ഞണ്ട്. അതേപോലെ അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് പോർക്ക് കാരണം ഇങ്ങനെ ചൂടായിട്ട് കിടക്കുകയാണ്. നല്ല ഫ്രൈ ആയിരുന്നു. അത് കണക്ക് ബീഫ് മണം അടിച്ചിട്ട് നിൽക്കാൻ വയർ നിറഞ്ഞു. അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ബീഫ് ട്രൈ ചെയ്തേനെ. അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് എല്ല് കറിയാണ്. എല്ല് കറി. അത് കഴിഞ്ഞ് നെത്തോലി വറുത്തതുണ്ട്. അതുപോലെ ചിക്കൻ നമ്മുടെ ഫ്രൈക്ക് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മുളകിട്ട് കടുവൊക്കെ വറുത്ത കപ്പ. ഇത് മൊത്തത്തിൽ കൊള്ളാം കേട്ടോ. മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടു. കഴിച്ച ഐറ്റംസൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കും നല്ല നാടൻ ഷാപ്പിലെ ഫുഡ് വേണമെങ്കിൽ ഇനി ദൂരെ എങ്ങും പോകേണ്ട, അഞ്ചൽ ഒഴുകുപാറയ്ക്കൽ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലെ ഒരു 6 വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതുവരെയും ബൈ.